ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. ഇത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക. ഈ ക്ലാസ് രണ്ട് നിങ്ങൾക്ക് നന്നായി തന്നെ ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയത് 1976 എപ്പോഴാണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ഈ രണ്ട് ഡേറ്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടും പലതവണയായി ചോദിച്ചിട്ടുണ്ട്. അതിൽ 1977 ജനുവരി 3 എന്നത് അതേപോലെ തന്നെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു വെക്കാം. പാസ്സാക്കിയത് 1976 എന്നാൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മുഴുവനും ഒരു പൊട്ട് പോലും വിടാതെ പഠിച്ചു വെക്കണം. കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ പ്രസിഡന്റ് ആരായിരുന്നു? രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പൊ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലിരിക്കുകയും ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്? 1975 ഭരണഘടനാപരമായി വലിയൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു അല്ലെ? ഇവിടെ ഇന്ദിരാഗാന്ധി ആ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. അതുകൊണ്ട് അതും നോട്ട് ചെയ്ത് വെക്കണം. 42ാം ഭരണഘടനാ ഭേദഗതി ശുപാർശ ചെയ്തത് ആരാണ്? ആരുടെ ശുപാർശ പ്രകാരമാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ. ഏത് കമ്മിറ്റിയുടേതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി അല്ലെ? ആമുഖം നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അതും ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ നന്നായി തന്നെ പഠിച്ചു വെക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത് 1976 ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ഇത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ ആരായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു അല്ലെ? നമുക്കറിയാം 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ഒരു കാലഘട്ടത്തിലാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി ആയിരുന്നു ശുപാർശ ചെയ്തത് അല്ലെ? 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ നൽകിയത് ആരായിരുന്നു? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അത് ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഓരോ പോയിന്റ്സും വ്യക്തമായി തന്നെ പഠിച്ചു പോകാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിനുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അത് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു പുതിയ ഭേദഗതിയിലൂടെ ആമുഖത്തിനുണ്ടായിരിക്കുന്നതെന്ന് നോക്കാം. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. എന്താണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര
ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതായത് സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ വാക്കുകൾ എന്തിൽ കൂട്ടിച്ചേർത്തു? ഈ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസ്റ്റ് എന്ന വാക്കും അതുപോലെ തന്നെ സെക്യുലർ എന്ന വാക്കും. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഇതിനൊരു കോഡ് ഉണ്ട്. ആ കോഡ് കൃത്യമായി പഠിച്ചു വെക്കാം. PSMJR. എന്താണ്? PSMJR. ഈ ഒരു കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റേ പറ്റില്ല. നമ്മൾ MGR ഒക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. PSMJR എന്നൊക്കെ ആലോചിച്ചാൽ മതി. MJR ആണ് എങ്കിലും PSMJR എന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത് ഓപ്ഷനിൽ കാണുമ്പോൾ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒരു 4 ഓപ്ഷനിൽ ഇടുമ്പോൾ നമ്മൾ എന്തായാലും തെറ്റിക്കും. സോ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചു വെച്ച് വെച്ചാൽ പിന്നെ ഒരിക്കലും തെറ്റില്ല. ഇനി നമുക്ക് കോഡിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആൽഫബറ്റ്സും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. P ഫോർ പരമാധികാര. എന്താണ്? പരമാധികാര. S ഫോർ സ്ഥിതി സമത്വ. S ഫോർ സ്ഥിതി സമത്വ. M ഫോർ മതേതര. M ഫോർ മതേതര. J ഫോർ ജനാധിപത്യം. J ഫോർ ജനാധിപത്യമാണ്. R ഫോർ റിപ്പബ്ലിക്. R ഫോർ റിപ്പബ്ലിക്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കാം. സോ ഇതിനു പുറമെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം, അല്ലെ, രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി. ഐക്യം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഐക്യവും അഖണ്ഡതയും, അതായത് ഇന്റഗ്രിറ്റി എന്നൊരു വാക്കും കൂടി എന്തിൽ ചേർത്തിട്ടുണ്ട്? ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ ചേർത്തിട്ടുണ്ട്. സോ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നൊരു വാക്കും കൂടി എന്തിൽ ചേർത്തിട്ടുണ്ട്? ഭരണഘടനയിൽ ചേർത്തു. ഇനി നമുക്ക് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. മതേതരത്വം അഥവാ സെക്യുലർ. അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി. സ്ഥിതി സമത്വം, സോഷ്യലിസം, മതേതരത്വം, സെക്യുലർ, അഖണ്ഡത, ഇന്റഗ്രിറ്റി. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പോൾ പ്രധാനമായും 3 വാക്കുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പുതിയതായിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഏതൊക്കെയായിരുന്നു? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഇനി നമുക്ക് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഭാഗം 4A-യും 14A-യും. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത 2 ഭാഗങ്ങളാണ് ഭാഗം 4A-യും 14A-യും. 4A എന്ന് പറയുന്നത് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ്. 4A എന്ന് പറയുന്നത് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് USSR നിന്നാണ്, ഇന്നത്തെ റഷ്യയിൽ നിന്നാണ് കേട്ടോ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്, അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. എത്ര മൗലിക കടമകളാണ് ഉള്ളത്? 11 മൗലിക കടമകളാണ് ഉള്ളത്. എന്നാൽ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എത്രയാണ്? 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 2002 86ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകളുടെ എണ്ണം 11 ആയത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. ഭാഗം 14A. ഭാഗം 14A ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. ഇതിൽ പ്രധാനമായും 2 ആർട്ടിക്കിൾ ആണ് വരുന്നത്. ആർട്ടിക്കിൾ 323A-യും ആർട്ടിക്കിൾ 323B-യും. അപ്പോൾ ഭാഗം 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 ആർട്ടിക്കിൾ ആണ് ഉള്ളത്. ആർട്ടിക്കിൾ 323A-യും 323B-യും. ആർട്ടിക്കിൾ 323A പറയുന്നത് എന്തെന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റിയാണ്.
ആർട്ടിക്കിൾ 323 എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റിയാണ്. അതായത് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമങ്ങളുടെയും അതായത് പൊതുവായിട്ടുള്ള നിയമനങ്ങളുടെയും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. എന്താണ്? ആർട്ടിക്കിൾ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അതിൽ ഉൾപ്പെടുന്നത് എന്താണ്? കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതു നിയമനങ്ങളുടെയും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്നതാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത് മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണലാണ്. അതായത് നികുതി, ഭൂപരിഷ്കരണം പോലെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ട്രൈബ്യൂണലിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 323B പരാമർശിക്കുന്നത്. ഈ രണ്ട് ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത രണ്ട് ഭാഗങ്ങളാണ് 4A-യും 14A എന്നും പറയുന്നത്. മൗലിക കടമകളെ പറ്റിയാണ് 4A-യിൽ പരാമർശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമ എന്നൊരു ആശയം കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, അതായത് USSRൽ നിന്നാണ്. ഈ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10ഉം പിന്നീട് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 11ാമത്തെ കടമ കൂട്ടിച്ചേർത്തത്. ഇനി 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പ്രധാനമായും രണ്ട് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ അവിടെ പഠിച്ചു വെക്കേണ്ടത്. ആർട്ടിക്കിൾ 323A-യും ആർട്ടിക്കിൾ 323B-യുമാണ്. ആർട്ടിക്കിൾ 323A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു നിയമനങ്ങളുടെയും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയുള്ള ട്രൈബ്യൂണലാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 323B എന്ന് പറയുന്നത് മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഏതൊക്കെയാണ് മറ്റ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത്? നികുതി, ഭൂപരിഷ്കരണം പോലെയുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? നികുതി, ഭൂപരിഷ്കരണം പോലെയുള്ള കാര്യങ്ങളാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന മറ്റു മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമായി ഉയർത്തിയത്. നിലവിൽ 5 വർഷമാണ്, അന്നത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് 42ാം ഭരണഘടനാ ഭേദഗതി വരുന്ന ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്കായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. എന്താണ്? ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ലഭ്യമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങളാണ് മാറ്റിയത്. എത്ര വിഷയങ്ങളാണ്? 5 വിഷയങ്ങളാണ് മാറ്റിയത്. അതായത് കൺകറന്റ് ലിസ്റ്റിലേക്ക് അല്ലെ, സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏതൊക്കെയായിരുന്നു ആ 5 വിഷയങ്ങൾ എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഇതൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഈ 3 പോയിന്റും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. നിയമനിർമ്മാണ സഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാമത്തേത്. അതുപോലെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക്
5 വിഷയങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഇനി നമുക്ക് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളെ പറ്റി നോക്കാം. പ്രധാനമായും 3 അനുച്ഛേദങ്ങളായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 39Aയും 43Aയും 48Aയും. ആർട്ടിക്കിൾ 39A തുല്യനീതി, സൗജന്യ നിയമസഹായം എന്നിവയെ പറ്റി പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് തുല്യനീതിയെ പറ്റിയും സൗജന്യ നിയമസഹായത്തെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വ്യവസായങ്ങളുടെ നടത്തിപ്പിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ പറ്റി പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് വനങ്ങളും വന്യജീവികളും എന്ന വിഷയത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 48A എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക, അത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. സോ 48A എന്ന് പറയുന്നത് വനങ്ങളും വന്യജീവികളും എന്ന വിഷയത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളിൽ 3 അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. അനുച്ഛേദം 39A, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് തുല്യനീതി, സൗജന്യ നിയമസഹായം. ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ നടത്തിപ്പിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ പറ്റി പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് വനങ്ങളും വന്യജീവികളും എന്ന വിഷയത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസുള്ള മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്: ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകൾ മരവിപ്പിച്ച ഭേദഗതി. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകൾ മരവിപ്പിച്ച ഭേദഗതിയാണ്. അതുപോലെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതിയുടെ ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷത്തിലേക്ക് വർദ്ധിപ്പിച്ചു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതിയുടെ ഭരണം 6 മാസത്തിൽ നിന്നും 1 വർഷത്തേക്ക് വർദ്ധിപ്പിച്ചു. സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിപ്പിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തി. സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിപ്പിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 43ാം ഭരണഘടനാ ഭേദഗതി. അതായത് 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2021 വരെ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും സീറ്റുകൾ മരവിപ്പിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുപോലെ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം തന്നെയാണ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതിയുടെ ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷത്തിലേക്ക് ഉയർത്തിയത്. പിന്നീട് ഗുരുതരമായ ക്രമസമാധാന സാഹചര്യം നേരിടുന്നതിനാൽ സംസ്ഥാനങ്ങളിൽ സായുധ സേനയെ വിന്യസിപ്പിക്കാൻ കേന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സുകൾ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വന്നത് എന്നതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സായുധ സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ടാവുക? ഇവിടെ അടിയന്തരാവസ്ഥയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഭരണം 6 മാസത്തിൽ നിന്നും 1 വർഷത്തേക്ക് വർദ്ധിപ്പിച്ചതും എന്തുകൊണ്ടായിരിക്കാം? ഈ ഒരു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതുകൊണ്ടായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ചു. പ്രധാനമായും ആ ഒരു റിട്ട് അധികാരങ്ങളൊക്കെയാണ് വെട്ടിക്കുറച്ചത് കേട്ടോ. നോട്ട് ചെയ്യുക, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളൂ. ആ ഒരു റിട്ട് അധികാരമാണ് ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വെട്ടിക്കുറച്ചതെന്ന് കൂടി ഓർത്തിരിക്കാം. മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ
അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. എന്താണ്? മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് പറയുന്നത്. അതുപോലെ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭേദഗതി. എന്താണ്? മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ 3 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം, നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ, അതായത് റിട്ട് അധികാരങ്ങളാണ് വെട്ടിക്കുറച്ചത്. മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമിച്ച നിയമങ്ങൾ കോടതികൾക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി 1978 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സായത്. എപ്പോഴാണ്? 1978. എന്നാൽ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1979 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. എപ്പോഴാണ്? 1979 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ്. ഇതിൽ 1978 എന്ന വർഷമാണ് കൂടുതലായും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ പാസാക്കിയ ആ ഒരു വർഷമാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ 1978 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയത്. 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ജനതാ ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് കേട്ടോ. ആ കാര്യം കൂടി ഓർത്തു വെക്കാം. ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് 44ാം ഭേദഗതി പാസാക്കിയത്. ഇനി ഈ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി. അപ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അതുപോലെ തന്നെ ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് 44ാം ഭേദഗതി പാസാക്കിയത് എന്ന കാര്യവും ഓർത്തുവെക്കാം. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭേദഗതി. എന്താണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാം ഭേദഗതി എന്ന് പറയുന്നത്. നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് വെറും നിയമ അവകാശം മാത്രമാണ്. സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പുതിയ ഭാഗം ഏതാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നിയമ അവകാശമാക്കിയല്ലോ. അപ്പോൾ പുതിയൊരു ഭാഗത്തിലേക്ക് അത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഏതായിരുന്നു ആ ഒരു ഭാഗം? ഭാഗം 12. ഏത് ഭാഗത്തിലേക്കായിരുന്നു? ഭാഗം 12ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു വകുപ്പുണ്ട്, അതാണ് ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നന്നായി തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത് 1978 നിലവിൽ വന്നത് 1979. അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജനതാ ഗവൺമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു കേട്ടോ. സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ്. നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. പുതിയതായി കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 12. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 300A. ഭാഗം 12 ആർട്ടിക്കിൾ 300Aയുമാണ്. എന്നാൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 31 ആയിരുന്നു കേട്ടോ.
സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആദ്യം ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 31 നിലവിൽ ആർട്ടിക്കിൾ 31 ഇല്ല, അതും റദ്ദ് ചെയ്തു. എന്നാൽ ആർട്ടിക്കിൾ 31 സബ് ക്ലോസ് എയും ബിയും സിയും ഇപ്പോഴും നിലവിലുണ്ട്. ആർട്ടിക്കിൾ 31 മാത്രമാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെയുള്ള ഭാഗങ്ങളായ ആർട്ടിക്കിൾ 31 സബ് ക്ലോസ് എ, സബ് ക്ലോസ് ബി ആൻഡ് സി ഇപ്പോഴും നിലവിലുണ്ട്. ഇനി നമുക്ക് 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്തു. എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്ത ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭരണഘടനാ ഭേദഗതി. അതായത് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമാണ് ആഭ്യന്തര അസ്വസ്ഥത, അതായത് ഇന്റർനാഷണൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ആ ഒരു പദത്തിന് പകരം, ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പുതിയ പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 44 ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ് ആർട്ടിക്കിൾ 20 പറയുന്നത്? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. എന്താണ്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 എന്താണ് പ്രതിപാദിക്കുന്നത്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഈ 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കിൽ കൂടുതലായിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്ത് അറിഞ്ഞു വെക്കുക. സോ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണെങ്കിൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളാണ്. മാത്രമല്ല ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 44 ഭേദഗതി എന്നത് കൂടി ഓർത്തിരിക്കണം. ഏതാണ്? ക്യാബിനറ്റ് കേട്ടോ. ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 44 ഭേദഗതി എന്ന് പറയുന്നത്. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതി. അതായത് രാഷ്ട്രപതിക്ക് സ്വയം തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതിന് പകരം മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശ ആവശ്യമാണ്. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44 ഭേദഗതി. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമായി നിശ്ചയിച്ച ഭരണഘടനാ ഭേദഗതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി. ഇപ്പോൾ പുതിയ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം തിരിച്ച് പഴയതുപോലെ തന്നെ ആക്കി അല്ലേ? 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി വീണ്ടും നിശ്ചയിച്ചു. അതുമാത്രമല്ല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു. നമ്മൾ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ഇവരുടെ അല്ലെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ, പ്രത്യേകിച്ച് റിട്ട് അധികാരങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയിരുന്നു. അതെല്ലാം വീണ്ടും അവർക്ക് തന്നെ തിരിച്ചു നൽകി, പുനഃസ്ഥാപിച്ചു അല്ലെ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി കൂടിയാണ് 44 ഭരണഘടനാ ഭേദഗതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 52 ഭരണഘടനാ ഭേദഗതി. 52 ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1985 എപ്പോഴാണ്? 1985 52 ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. അന്നത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗും അല്ലെ. ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ്. അപ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗുമായിരുന്നു. 52 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത്? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 52-ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർത്ത ഒരു ഭേദഗതിയാണ് 52-ാം ഭരണഘടനാ ഭേദഗതി. ഈ ഒരു ഭാഗത്ത് ഈ 2 പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുപോലെ തന്നെ ഭരണഘടനയിൽ 10ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തതും 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എന്താണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്? ഒരാൾ ജനപ്രതിനിധിയായി പാർലമെന്റിലോ സംസ്ഥാന നിയമസഭയിലോ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച പാർട്ടിയുടെ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളെ അയോഗ്യനാക്കി പ്രഖ്യാപിക്കാം എന്ന് പറയുന്നതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിയിൽ നിന്നും ജയിക്കുന്നു, എന്നിട്ട് പിന്നെ അവരെയൊക്കെ ചതിച്ചിട്ട് വേറെ പാർട്ടിയിലേക്ക് കടക്കുക, അല്ലേ? അതിനെയാണ് നമ്മൾ ഈ കൂറുമാറ്റം എന്നൊക്കെ പറയുന്നത്. അതായത് ഒരാളുടെ സ്വാധീനത്തിൽ ജയിക്കുന്നു, പിന്നീട് അവർ ജയിച്ചതിന് ശേഷം പിന്നീട് ആ പാർട്ടിയിൽ നിൽക്കാതെ ആ പാർട്ടിയുടെ വ്യവസ്ഥകൾക്കൊക്കെ എതിരായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി ജോയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കൂറുമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 52ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ 52ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നിരിക്കുന്നത് 1985-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗുമാണ്. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നതും ഭരണഘടനയിൽ 10ാം പട്ടിക കൂട്ടിച്ചേർത്തതും 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 61ാം ഭരണഘടനാ ഭേദഗതി. 1989-ലാണ് 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 1989-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ആരായിരുന്നു? രാജീവ് ഗാന്ധി. രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാം. സോ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതിയാണ് 61ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ആരായിരുന്നു ആ ഒരു കാലത്തെ പ്രധാനമന്ത്രി എന്നും ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. പൗരന്മാരുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട 2 ആർട്ടിക്കിളാണ്. ഒന്ന് പൗരന്മാരുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 326. രണ്ടാമത്തത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 324. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 326-ഉം ആർട്ടിക്കിൾ 324-ഉം. ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത് വോട്ടവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 61ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചു. പൗരന്മാരുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഈ 61ാമത്തെ ഭരണഘടനാ ഭേദഗതി പഠിക്കുമ്പോൾ പ്രധാനമായി പഠിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. ഒന്ന് പറയുന്നത് ഏത് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി എന്നൊരു കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 വയസ്സായി കുറച്ചു. ഈ 2 പോയിന്റ്സും എന്തായാലും പഠിച്ചു വെക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 73ാം ഭരണഘടനാ ഭേദഗതി. 1992-ലാണ് 73ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. എപ്പോഴാണ്? 1992-ലാണ്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? പി വി നരസിംഹറാവു. ഇന്ത്യയിലെ രാഷ്ട്രപതി അന്ന് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭേദഗതി എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതി. അതുപോലെ ഈ ഒരു ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 9. ഏതായിരുന്നു? ഭാഗം 9. അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത പട്ടിക ഏതായിരുന്നു? പട്ടിക 11. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഭാഗം 9. അത് ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 11-ാം പട്ടിക കൂട്ടിച്ചേർത്തതും 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1992-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു. PV നരസിംഹറാവു. അന്നത്തെ രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മ. ഈ ഭേദഗതി പ്രകാരം കൊണ്ടുവന്നത് എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭാഗം 9 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടിക 11 കൂട്ടിച്ചേർത്തതും 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 74-ാം ഭരണഘടനാ ഭേദഗതി 1992-ലാണ് 74-ാം ഭേദഗതി നിലവിൽ വന്നത്. 1992-ലാണ് 74-ാം ഭേദഗതി നിലവിൽ വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. PV നരസിംഹറാവു. രാഷ്ട്രപതി ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മ. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നഗരപാലിക നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എന്താണ്? നഗരപാലിക നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതുമായി ബന്ധപ്പെട്ട ഭാഗം ഏതായിരുന്നു? ഭാഗം 9A. ഏതാണ്? ഭാഗം 9A. ഈ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടികയാണ് പട്ടിക 12. ഏതാണ്? പട്ടിക 12. അപ്പോൾ 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1992-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ. ആ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ആ ഒരു ഭേദഗതി പ്രകാരം എന്താണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? നഗരപാലിക നിയമം. നഗരപാലിക നിയമം. അതുമായി ബന്ധപ്പെട്ട ഭാഗം ഏതായിരുന്നു? ഭാഗം 9A. ഭാഗം 9A. കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? അതായത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണ്? പട്ടിക 12. പട്ടിക 12. ഇനി നമുക്ക് ഈ രണ്ട് ഭേദഗതിയിൽ നിന്നും ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 9. ഏതാണ്? ഭാഗം 9. എങ്കിൽ 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം. എങ്കിൽ 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 9A. ഏതാണ്? ഭാഗം 9A. 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക. ഏത് പട്ടികയാണ് 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്? പട്ടിക 11. ഏതാണ്? ഷെഡ്യൂൾ 11 ആണ് കേട്ടോ. ഏതാണ്? പട്ടിക 11. എങ്കിൽ 74-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതാണ്? ഷെഡ്യൂൾ 12 ആണ് അല്ലെ? പട്ടിക 12 ആണ്. പട്ടിക 12 ആണ്. അപ്പോൾ 73-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് 9. 74-ലൂടെ കൂട്ടിച്ചേർത്തത് 9A ആണ്. 73-ലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് പട്ടിക 11. 74-ലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് പട്ടിക 12. 86-ാം ഭരണഘടനാ ഭേദഗതി 2002-ലാണ് 86-ാം ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 2002-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. AB വാജ്പേയി. അതായത് 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. എല്ലാവരുടെയും പ്രിയങ്കരനായ APJ അബ്ദുൽ കലാം. ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. 2002-ലെ 86-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ 3 ഭാഗങ്ങളിലെ അനുബന്ധ അനുച്ഛേദങ്ങളിൽ മാറ്റമുണ്ടായി. എന്താണ്? 2002-ലെ 86-ാമത്തെ ഭേദഗതി പ്രകാരം ഭരണഘടനയിലെ 3 ഭാഗങ്ങളിലെ അനുബന്ധ അനുച്ഛേദങ്ങളിൽ മാറ്റമുണ്ടായി. ഏതെല്ലാം ഭാഗങ്ങളായിരുന്നു? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകൾ. ഏതെല്ലാം ഭാഗങ്ങളായിരുന്നു? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്?
ഭാഗം 3 ഇനി നമുക്ക് ഭാഗം 3 86ാമത്തെ ഭേദഗതി പ്രകാരം എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് നോക്കാം. ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. എന്താണ് ആർട്ടിക്കിൾ 21A 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 21A എന്താണ് പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 21A പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 21A പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. അതായത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. എന്താണ് ഭേദഗതി വരുത്തിയത്? ആർട്ടിക്കിൾ 45 പ്രകാരം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. എന്താണ് ആർട്ടിക്കിൾ 45 പറയുന്നത്? ആർട്ടിക്കിൾ 45 പ്രകാരം 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണിത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. മൗലിക കടമകൾ. മൗലിക കടമകളെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണ് ഭാഗം 4A. ഏതാണ്? ഭാഗം 4A. ഈ 86ാം ഭേദഗതി പ്രകാരം ഈ ഭാഗം 4Aയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ആർട്ടിക്കിൾ 51 ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 51 ഭേദഗതി വരുത്തി. എന്താണ് ഇവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 51A പ്രകാരം 11ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. അതായത് 51A സബ് ക്ലോസ് K പ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. എന്താണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് എത്രാമത്തെ? 11ാമത്തെ മൗലിക കടമയായി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതായത് നമുക്കറിയാം 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പോൾ മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. അതുപ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 45 ഭേദഗതി വരുത്തി. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിച്ചു. അതുപോലെ തന്നെ മൗലിക കടമകൾ എന്ന ഭാഗത്ത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്ന കാര്യവും 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്ന പുതിയ മാറ്റങ്ങളാണ്. 89ാം ഭരണഘടനാ ഭേദഗതി. 2003 89ാം ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 2003 അന്നത്തെ പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമായിരുന്നു. 1978 രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി മാറുവാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 89ാം ഭരണഘടനാ ഭേദഗതി. എന്താണ്? 1978 രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി മാറുവാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 89ാം ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരമാണ് 2004 ദേശീയ പട്ടികജാതി കമ്മീഷനും അതുപോലെ തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത്. ഈ ഭേദഗതി പ്രകാരമാണ് 2004 ദേശീയ പട്ടികജാതി കമ്മീഷനും അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വരുന്നത്.
ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി 89-ാം ഭേദഗതി പ്രകാരം 338-ാം അനുച്ഛേദത്തിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 338A. എത്രയാണ്? 338A. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സോ 89-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2003-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. പ്രസിഡന്റ്, രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ഈ ഒരു ഭേദഗതി പ്രകാരം എന്ത് മാറ്റമാണ് ഉണ്ടായത്? 1978-ൽ രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് പകരം പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായി മാറി. ഈ ഭേദഗതി പ്രകാരം തന്നെയാണ് 2004-ൽ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിച്ചത്. അതുമാത്രമല്ല, ദേശീയ പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി 89-ാം ഭേദഗതി പ്രകാരം 338-ാം അനുച്ഛേദത്തിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 338A എന്ന് പറയുന്നത്. അപ്പോൾ 338 എന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നു. 338A എന്ന് പറയുന്നത് എന്തിനെ പറ്റി പരാമർശിക്കുന്നു? പട്ടികവർഗ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നു. 91-ാം ഭരണഘടനാ ഭേദഗതി. 2003-ലാണ് 91-ാം ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 2003-ലാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. എന്താണ്? കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മന്ത്രിമാരുടെ എണ്ണം ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. നമുക്ക് ഈ ഭാഗം നമ്മുടെ കേരളത്തിന്റെ മന്ത്രിസഭയുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ് അല്ലേ? ആ 140-ന്റെ 15% കൂടുതൽ മന്ത്രിമാർ ഒരിക്കലും നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് 140-ന്റെ 15% എത്രയാണ്? 21 ആണ് അല്ലെ? അപ്പോൾ കേരളത്തിന്റെ മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നാണ് 91-ാം ഭേദഗതി പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ സംസ്ഥാനത്തിന്റെ കാര്യവും. ഓരോ സംസ്ഥാനത്തിലെയും അവിടെയുള്ള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുന്നു. ആ എണ്ണത്തിന്റെ 15% എത്രയാണെന്ന് നോക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെയുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി പ്രകാരമാണ്, ഏത് ഭേദഗതി പ്രകാരം? ഈ 91-ാം ഭേദഗതി പ്രകാരമാണ് ഇത്തരം ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു പോയിന്റ് കൂടി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അതായത് 140-ന്റെ 15% എത്രയാണെന്ന് നോക്കുന്നു. അതിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സംസ്ഥാനത്തിലെ നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാൻ പാടില്ല എന്നും വ്യക്തമായി തന്നെ ഈ 91-ാം ഭേദഗതിയിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളെ പറ്റിയാണ്. 12-ാം ഭരണഘടനാ ഭേദഗതി. 1961-ലാണ് 12-ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 1961-ലാണ്. ഈ 12-ാം ഭേദഗതി പ്രകാരമാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. എന്താണ്? 12-ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. ഓപ്പറേഷൻ വിജയ്. ഗോവയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 56-ാം ഭരണഘടനാ ഭേദഗതി. ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി. എന്താണ്? ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് 56-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 12-ാം ഭേദഗതി പ്രകാരം ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. അപ്പോൾ ഗോവയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഒരു സംസ്ഥാന പദവി ലഭിച്ചിട്ടില്ല. പിന്നീട് 56-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിക്കുന്നത്. ഗോവ സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1987 മെയ് മാസം 30-നാണ്. എപ്പോഴാണ്?
1987 മെയ് മാസം 30-നാണ്. 13-ാം ഭരണഘടനാ ഭേദഗതി. 1963-ലെ 13-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചത്. നാഗാലാൻഡിന് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് എപ്പോഴാണ്? 1963-ലെ 13-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 12-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1961-ൽ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത് ഗോവയുടെ വിമോചനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഗോവയ്ക്ക് ഒരു സംസ്ഥാന പദവി ലഭിച്ചത് 56-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേട്ടോ. എപ്പോഴാണ്? 1987-ലാണ്. എന്നാൽ 13-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 1963-ൽ നാഗാലാൻഡിന് ഒരു സംസ്ഥാന പദവി ലഭിക്കുന്നത്. എപ്പോഴാണ്? 1963-ൽ. 36-ാം ഭരണഘടനാ ഭേദഗതി. 1975-ലെ 36-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സിക്കിമിന് പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുന്നത്. എപ്പോഴാണ്? 1975-ലെ 36-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇന്ത്യ ചൈന തർക്ക പ്രദേശമായിരുന്നു കേട്ടോ ഈ സിക്കിം എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു സിക്കിം. ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കാം. 84-ാം ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. 2000-ലാണ് ഈ ഒരു ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നിരിക്കുന്നത്. എപ്പോഴാണ്? 2000-ലാണ്. പ്രധാനമായും 3 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ വന്നിരിക്കുന്നത് 2000-ലുള്ള ഈ 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. ഏതൊക്കെയാണ് ആ 3 സംസ്ഥാനങ്ങൾ? ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഇത് 3ഉം 2000-ൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ്. അതും നവംബർ മാസത്തിൽ തന്നെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ. അപ്പം 2000 നവംബർ എന്നുള്ള കാര്യം 3 ആളുടെയും കോമൺ ആണ്. അത് പഠിച്ചു വയ്ക്കാം. ജസ്റ്റ് ഡേറ്റ് മാത്രം ചെറുതായിട്ട് ആ ഒരു ഡേ മാത്രമാണ് മാറിയിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഛത്തീസ്ഗഡ് 2000 നവംബർ 1-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് 2000 നവംബർ 1-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് 2000 നവംബർ 9-ന് നിലവിൽ വന്നു. ഉത്തരാഖണ്ഡ് നവംബർ 9-നാണ് നിലവിൽ വന്നിരിക്കുന്നത്. ജാർഖണ്ഡ് 2000 നവംബർ 15-ന് നിലവിൽ വന്നു. നവംബർ 15-നാണ് ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനും ആയിരുന്നു. ആരായിരുന്നു? KR നാരായണൻ. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനുമായിരുന്നു. 26-ാം ഭരണഘടനാ ഭേദഗതി. 1971-ലെ 26-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അപ്പൊ ആരാണത്? ഇന്ദിരാഗാന്ധിയാണ്. എപ്പോഴാണ്? 1971-ലെ 26-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. എപ്പോഴാണ്? 1971-ലെ 26-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതായത് ഈ പ്രിവി പേഴ്സ് എന്ന് പറയുന്നത് അക്കാലത്ത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പെൻഷൻ പോലെയുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു കാര്യം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പിന്നീട് നിർത്തലാക്കുകയായിരുന്നു. അതാണ് 26-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നൊരു ഭാഗത്ത് നിന്നും PSC ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.